കുമാരി റഷ്യ സംസ്ഥാന വൈദ്യങ്ങളിൽ സ്വർണ്ണ ജേതാവിനുള്ള കുട്ടിക്കൊരവീട് പദ്ധതിയുടെ ഉദ്ഘാടനം ഈ കൃഷികർമ്മം ആരംഭിക്കുകയാണ്. ഈ ഉദ്ഘാടനത്തിന് നിർവഹിക്കുന്നത് കേരളത്തിലെ ആരാധനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണഞ്ചിറയ്ക്ക് സമീപം വാകത്താനം കണ്ണഞ്ചിറയ്ക്ക് സമീപം കൊട്ടാരംകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്നിവിടെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സാർ ഇവിടെ ഒരു ഉദ്ഘാടനം നടത്തുന്നുണ്ട്, ഒരു തറക്കല്ലിടിയിലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. ഇത് വാകത്താനം ഗ്രാമപഞ്ചായത്തിലെ കണ്ണഞ്ചിറയ്ക്ക് സമീപമുള്ള കൊട്ടാരംകുന്ന് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ നട്ടാശ്ശേരി ജയനിവാസിൽ ആർട്ടിസ്റ്റായ രാജേഷിൻ്റെയും ദീപാകുമാരിയുടെ മകളായ ദൃശ്യ റോളർ സ്കേറ്റിങ്ങിൽ മെഡലുകളെല്ലാം വാരിക്കൂട്ടിയെങ്കിലും ആ മെഡലുകളെല്ലാം വീടിനുള്ളിൽ ചാക്കിൻ്റെ അകത്ത് വെച്ചിരിക്കുക. കാരണം സ്വന്തമായിട്ട് ഒരു വീടില്ലായിരുന്നു. കോട്ടയം മൗണ്ട് കാർമൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദൃശ്യ. ഇവർ വാടക വീടിനുള്ളിലാണ് കഴിയുന്നത്. ദൃശ്യ സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ സ്വർണ്ണ മെഡലുകളെല്ലാം വാരിക്കൂട്ടിയപ്പോൾ കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേരള ടീച്ചേഴ്സ് അസോസിയേഷന്റെ KSTA ഭവന പദ്ധതിയിലേക്ക് ദൃശ്യയുടെ കുടുംബത്തെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇത് ദൃശ്യയുടെ കോച്ചാണ് പ്രസന്ന സാറ്. അദ്ദേഹം മാന്നാനം സ്വദേശിയാണ്. ഇതാണ് നമ്മുടെ കൊച്ചുമിടുക്കി ദൃശ്യ. നമുക്ക് ഇങ്ങനെയൊരു ഇത് കിട്ടുന്നതിനകത്ത് എങ്ങനെയുണ്ട്? സന്തോഷം ഉണ്ട്. നമുക്ക് നിങ്ങളുടെ കുടുംബ വീട് എവിടെയായിരുന്നു? കോട്ടയത്ത് നട്ടാശ്ശേരിയാണ്. ഇവിടുത്തെ വീട് എന്ന് പറയുന്നത് അമ്മ വീട്. അവരുടെ വീടായിട്ടുള്ളതാണ് ഈ സ്ഥലം. ഇത് എത്ര സെന്റ് ഉണ്ട്? 10 സെന്റാണ്. മോള് 2018 തൊട്ടാണ് ഇത് പഠിക്കാൻ അല്ലേ? പഠിക്കാൻ ആണല്ലേ? റോളർ സ്കേറ്റിങ്ങിൽ ഒരുപാട് പ്രതിഭകളെ വാർത്തെടുത്ത ഒരു അധ്യാപകനാണ് പ്രസന്ന സാറ്. എന്നാൽ റോളർ സ്കേറ്റിങ് നടത്തുന്ന സ്ഥലങ്ങളും അതിൻ്റെ പരിമിതികളൊക്കെ ഇന്നിവിടെ പറഞ്ഞു കേട്ടപ്പോഴത്തേന് വളരെ സങ്കടം തോന്നി. കാരണം ഒരുപാട് കുട്ടികൾ കോട്ടയം ഈരേക്കടവിൻ്റെ അവിടെ റോഡിലാണ് ഇത് റോളർ സ്കേറ്റിംഗ് ഒക്കെ പഠിക്കുന്നത്. അത് കാരണം ഇവരുടെ ഷൂകളൊക്കെ പെട്ടെന്ന് പോവുകയൊക്കെ ചെയ്യും. ആ ഷൂവിന് ഏറെക്കുറെ 12,000 രൂപ വില വരുന്നതാണ്. നമുക്ക് കോട്ടയത്ത് നല്ല പരിശീലനത്തിനുള്ള നല്ലൊരു സ്റ്റേഡിയം പോലും ഇല്ലെന്നുള്ളത് ഇവരുടെ പരാതി കേട്ടപ്പോഴത്തേന് വളരെയേറെ സങ്കടം തോന്നി. നമ്മുടെ സ്പോർട്സിന് വേണ്ടിയൊക്കെ ഒരുപാട് തുക ചെലവഴിക്കുന്ന ഒരു നല്ല സ്റ്റേഡിയം പോലും ഇല്ലെന്നൊക്കെ പറയുമ്പോഴത്തേന് പെരുമ്പാവൂരാണ് ആകപ്പാടെ നമ്മുടെ സമീപ പ്രദേശത്തുള്ളൊരു നല്ല സ്റ്റേഡിയം ഇവർക്ക് റോളർ സ്കേറ്റിങ്ങിനുള്ളത്. പിന്നെ പാലക്കാട്ടൊക്കെയാണ് പോകുന്നത്. അതുപോലെ നമ്മുടെ നെടുങ്കുന്നത്ത് ഐറാസിലൊക്കെ പോയി ഇവർ പരിശീലനം നേടുന്നുണ്ട്. ഏറെക്കുറെ ഇത്രയും കുട്ടികളോളം കോട്ടയത്ത് ഈരേക്കടവിൻ്റെ അവിടെ റോഡിലൊക്കെയാണ് പരിശീലനം നടത്തുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേന് വളരെയേറെ സങ്കടം തോന്നി. ദൃശ്യമാണെങ്കിൽ ഒരുപാട് മെഡലുകളാണ് വാരിക്കൂട്ടിയിരിക്കുന്നത്. അതെല്ലാം വീടിനുള്ളിൽ സൂക്ഷിക്കാൻ പോലും സ്ഥലമില്ലാതെ ചാക്കിൽ കെട്ടിവെച്ചിരിക്കുന്ന അവസ്ഥയാണ്. റോളർ സ്കേറ്റിങ്ങിൻ്റെ ഷൂവിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ 12,000 തൊട്ട് മുകളിലോട്ട് 50,000 ഒക്കെ അതിന് മുകളിലോട്ടൊക്കെയുള്ള വിലയുള്ള ഷൂകളുണ്ട്. എന്നാൽ ഇവരെല്ലാം സാധാരണപ്പെട്ട കുട്ടികളാണ്. ഇവർക്കൊക്കെ ഒരു പ്രാവശ്യം ഷൂവിൻ്റെ ഒരു വീല് പോയാൽ തന്നെ ഒരുപാട് പൈസയാവും. ഒന്നും പഠിക്കാനുള്ള സാമ്പത്തിക ശേഷികളൊന്നുമില്ല. അങ്ങനെ ബുദ്ധിമുട്ടും പരാധീനങ്ങളും. ഇതാണ് ദൃശ്യയുടെ അച്ഛന്. ആ സമയത്താണ് ഇതിവിടുത്തെ കൊട്ടാരംകുന്നിലെ അമ്മ വീടാണ്. ഇത് ദൃശ്യയുടെ അമ്മയാണ് വെള്ളം കൊണ്ട് വരുന്നത്. അമ്മ വീടിനോട് ചേർന്ന് ഇവരുടെ വീതത്തിലൊരു 10 സെന്റ് സ്ഥലമുണ്ടായിരുന്നു. ആ സ്ഥലത്താണ് പുതിയ വീട് ഒരുങ്ങുന്നത്. കേരള ടീച്ചേഴ്സ് അസോസിയേഷനും സംസ്ഥാന സർക്കാരും ചേർന്നാണ് വീടിൻ്റെ പണി പൂർത്തിയാക്കുന്നത്. മൗണ്ട് കാർമലിലെ അധ്യാപകരും PTA പ്രസിഡന്റും അടക്കം നിരവധി ആൾക്കാരാണ് സ്കൂളിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ബാൻഡ് മേളക്കാരും സ്കൂളിലെ ബാൻഡ് സെറ്റുകാരും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സാറും അതുപോലെ ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിൾ അടങ്ങിയ ഒരു മീറ്റിംഗും കൂടെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ MLA നേരെ തിരുവനന്തപുരത്ത് നിന്ന് നേരെ ഇങ്ങോട്ടാണ് പോരുന്നത്. ഇവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞാണ് അദ്ദേഹം കോട്ടയത്തിന് പോകുന്നത്. കുമാരി റഷ്യ സംസ്ഥാന വൈദ്യനങ്ങളിൽ സ്വർണ്ണ ജേതാവിനുള്ള കുട്ടിക്കൊരു വീട് പദ്ധതിയുടെ ഉദ്ഘാടനം ഈ ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയാണ്. ഈ ഉദ്ഘാടനത്തിന് നിർവഹിക്കുന്നത് കേരളത്തിന്റെ ആരാധനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ ശിവൻകുട്ടി അവരെല്ലാം. ഈ അവസരത്തിൽ ചങ്ങനാശ്ശേരിയുടെ ജനകീയനായ MLA അഡ്വക്കേറ്റ് ജോ മൈക്കൽ മുഖ്യ അതിഥിയായി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. ആശംസകൾ അർപ്പിക്കുന്നത് സർവസംഘം ചെയർമാൻ ബഹുമാനപ്പെട്ട സംഘടനയുടെ കുമാരി റഷ്യ സംസ്ഥാന വൈദ്യനങ്ങളിൽ സ്വർണ്ണ ജേതാവിനുള്ള കുട്ടിക്കൊരു വീട് പദ്ധതിയുടെ ഉദ്ഘാടനം ഈ ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയാണ്. ഈ ഉദ്ഘാടനത്തിന് നിർവഹിക്കുന്നത് കേരളത്തിന്റെ ആരാധനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ ശിവൻകുട്ടി അവരെല്ലാം. ഈ അവസരത്തിൽ ചങ്ങനാശ്ശേരിയുടെ ജനകീയനായ MLA അഡ്വക്കേറ്റ് ജോ മൈക്കൽ മുഖ്യ അതിഥിയായി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. ആശംസകൾ അർപ്പിക്കുന്നത് സർവസംഘം ചെയർമാൻ ബഹുമാനപ്പെട്ട
വിദ്യാർത്ഥിനികൾക്കുള്ള വീടിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഉദ്ഘാടന സമ്മേളനം തുടങ്ങുകയായി. അധ്യക്ഷനായി KSTയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഡി സുധീഷ് അവരെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി KSTയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സഖാവ് KJ പ്രസാദിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ സന്തോഷകരമായ മീറ്റിംഗിന്റെ അധ്യക്ഷൻ KSTയുടെ സംസ്ഥാന പ്രസിഡന്റ് സുധീഷ് സാറ്, കേരളത്തിന്റെ ആദരണീയനായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മുടെ പ്രിയപ്പെട്ട ശിവൻകുട്ടി സാറ്, ചങ്ങനാശ്ശേരി MLA ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജോർജ് മൈക്കിൾ സാർ, നമ്മുടെ ഈ വാർഡ് മെമ്പർ ശ്രീ ടോബി ജേക്കബ് സാർ, പാകസംഘത്തിന്റെ ചെയർമാൻ സഖാവ് KD സുഗതൻ സാറ്, നന്ദി പറയുന്ന ജില്ലാ സെക്രട്ടറി വിനോദ് റാഹ സാറ്, KSTയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള KV അനീഷ് ലാൽ സാറ്, ജില്ലാ സെക്രട്ടറി രാജേഷ് സാറ്, പ്രിയപ്പെട്ട മൗണ്ട് കാർമൽ സ്കൂളിലെ ജെയിൻ സിസ്റ്റർ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കള്, പ്രിയ കുഞ്ഞുങ്ങള്, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തിലൂടെയാണ് നാം എല്ലാം കടന്നു പോകുന്നത്. നമ്മുടെ ഈ പരിപാടിയുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ KSTയുടെ സംസ്ഥാന പ്രസിഡന്റ് സുധീഷ് സാറാണ്. ഏറ്റവും ഹാർദമായി സുധീഷ് സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നിങ്ങൾക്കറിയാം, തൃശ്ശൂർ നടക്കുന്ന സംസ്ഥാന കലോത്സവം ശരിക്കും പറഞ്ഞാൽ അവിടെ കലാപ്രതിഭയായത് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയാണ്. പിയ ഫാത്തിമയ്ക്ക് വേണ്ടി ഓൺലൈനായി മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് അനുമതി കൊടുത്തപ്പോൾ ഈ നാടൊന്നാകെ, സമൂഹം ഒന്നാകെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോടൊപ്പം കൂടെ നിൽക്കുകയായിരുന്നു. ആ സ്കൂളിലെ കുഞ്ഞുങ്ങൾ ഗ്രൗണ്ടിലിറങ്ങി നന്ദി പ്രകടിപ്പിക്കുന്ന വീഡിയോ നമ്മളെല്ലാവരും കണ്ടു. അതിന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി കൊടുത്ത മറുപടി, ഞങ്ങളുടെ കടമയാണ് മക്കളെ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അത്രയും നമ്മൾ ആദരിക്കുന്ന, നമ്മുടെ കേരളത്തിലെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിലും വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സാറിനെ ഏറ്റവും ആദരവോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. നമ്മുടെ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ചങ്ങനാശ്ശേരിയുടെ വികസനത്തിന് നല്ല മുന്നേറ്റം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട MLA ജോബ് മൈക്കിൾ സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കുട്ടിക്ക് വീട് പദ്ധതിയുടെ നടത്തിപ്പിനായിട്ട് ഇവിടെ നന്നായി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ടോബി ജേക്കബ് സാറിനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യും. ഈ വീടിന്റെ നിർമ്മാണം ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ട നല്ല നിർദ്ദേശങ്ങൾ നൽകിയ പ്രിയപ്പെട്ട സുഗതൻ ചേട്ടൻ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരിയുടെ വികസനത്തിന് വേണ്ടി ഇടപെടുന്ന പ്രിയപ്പെട്ട സുഗതൻ ചേട്ടനെ ഏറ്റവും ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സഖാവ് അനീഷ് ലാൽ സാറ്, ജില്ലാ സെക്രട്ടറി രാജേഷ് സാറ്, അതുപോലെ നന്ദി പറയുന്ന പ്രിയപ്പെട്ട ബിനു അബ്രഹാം സാറ്, എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ മീറ്റിംഗിന്റെ നമ്മുടെ ഏറ്റവും വിശിഷ്ട അതിഥി എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞ് ദൃശ്യയാണ്. ദൃശ്യയെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൃശ്യയുടെ മാതാപിതാക്കളെയും അതുപോലെ നമ്മുടെ ദൃശ്യയെ പഠിപ്പിക്കുന്ന അധ്യാപകരും ദൃശ്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപിക നമ്മുടെ സ്കൂളിലെ HM ജെയിൻ സിസ്റ്ററിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ജെയിൻ സിസ്റ്ററിനെയും കൂടെ വന്ന സഹപ്രവർത്തകരെയും നമുക്ക് നല്ല ബാല്യകാലം കാഴ്ചവെച്ച പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഏറ്റവും വിജയപ്രദമാക്കാൻ കടന്നിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾ, അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥർ, മറ്റ് അധ്യാപക സുഹൃത്തുക്കൾ, നാട്ടുകാരെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. പ്രിയമുള്ളവർ, കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ കുട്ടിക്കൊരു വീട് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സംസ്ഥാന തലത്തിൽ കായികമേളയിൽ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ച നമ്മുടെ നാട്ടുകാരിയായ പ്രിയപ്പെട്ട കുഞ്ഞ് KSTയുടെ നേതൃത്വത്തിൽ ഈ വീട് നിർമ്മിച്ചു നൽകുന്നു. കായിക താരങ്ങളെ ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്രയധികം അംഗീകാരവും അവർക്ക് അവസരവും ലഭിക്കുന്ന മറ്റൊരു സംസ്ഥാനം ഉണ്ടാവില്ല.
നമ്മുടെ സ്കൂൾ ഗെയിംസ് ഒളിമ്പിക്സ് ആക്കി മാറ്റിയത് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഒളിമ്പിക്സ് ആക്കി മാറ്റി എന്നുള്ളതിന്റെ പ്രത്യേകത എല്ലാ കായിക ഇനങ്ങളും ഒരു കേന്ദ്രത്തിൽ ഒരുമിച്ച് കുട്ടികൾ എത്തുക. രണ്ടാം ഒളിമ്പിക്സ് പൂർത്തിയാക്കുമ്പോഴാണ് പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി 50 കുഞ്ഞുങ്ങൾക്ക് വീട് വെച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്തുന്നു. ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയെ സമീപിക്കുകയും അതിൽ 2 വീട് ഞങ്ങളുടേതായിരിക്കും എന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ഒരു ദിവസം കൊണ്ട് അധ്യാപകരിൽ നിന്ന് കളക്ട് ചെയ്ത് വന്ന രൂപ പരിശോധിച്ചപ്പോ 2 വീടല്ല 3 വീട് വെക്കാൻ കഴിയും. അങ്ങനെ 3 വീട് KSCയുടെ നേതൃത്വത്തിൽ വെക്കുകയാണ്. അതിൽ ഒന്നാമത്തെ വീട് ഈ പോയ 17-ാം തീയതി ആലത്തൂരിൽ ബഹുമാന്യനായ ഏറ്റവും പ്രിയപ്പെട്ട ശിവൻകുട്ടി സാഹു തന്നെയാണ്, നമ്മുടെ മന്ത്രി തന്നെയാണ് ശിലാസ്ഥാപനം നടത്തിയത്. അന്ന് അവിടെ അതിന്റെ കോൺട്രാക്ടർ പ്രഖ്യാപിച്ചത് ഏപ്രിൽ 10-ന് മുമ്പ് ആ വീട് പണി പൂർത്തിയാക്കും. ഇന്നിവിടെയും ഞങ്ങൾ ഇതിന്റെ നടത്തിപ്പുകാരുമായി സംസാരിക്കുമ്പോൾ ഏപ്രിൽ അവസാനിക്കുന്നതിന് മുമ്പ് മാർച്ച് അവസാനിക്കുന്നതിന് മുമ്പ് ഇല്ലെങ്കിൽ ഏപ്രിൽ ആദ്യ ആഴ്ചയിൽ തന്നെ ഈ വീട് പൂർത്തീകരിക്കാൻ കഴിയുന്നത്. ഇനി ഒരെണ്ണം കൂടിയുണ്ട് കാസർഗോഡ്, അതും വരുന്ന ദിവസങ്ങളിൽ ആരംഭിക്കും. ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല. ഒരുപാട് പരിപാടി തിരക്കുകൾക്കിടയിലും നിയമസഭാ യോഗത്തിന് ശേഷം ഓടി ഈ പരിപാടിക്ക് എത്തിയ സഖാവിനോടുള്ള പ്രിയപ്പെട്ട മന്ത്രിയോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ശിലാസ്ഥാപനത്തിന് ശേഷം നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി വിനയപൂർവ്വം സഖാവിനെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട KSTA എന്ന അധ്യാപക സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പി സുധീഷ്, സ്വാഗതം പറഞ്ഞ പ്രസാദ്, സുഹൃത്തുകൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ജോബ്, നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള കായിക താരം ദൃശ്യ, മറ്റു ബഹുമാന്യരെ ഉണ്ട്. ഏവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ സായാഹ്നം എനിക്ക് വ്യക്തിപരമായി ഏറെ സന്തോഷം അഭിമാനവും നൽകുന്ന ഒന്നാണ്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല കേവലം അക്ഷരങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ ജീവിതത്തെ കൂടി ചേർത്ത് പിടിക്കുകയാണ് എന്ന് തെളിയിക്കുന്ന ഒരു ചടങ്ങാണ്. കോട്ടയം മൗണ്ട് കാർമൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയും റോളർ സ്കേറ്റിംഗിൽ നമ്മുടെ സംസ്ഥാനത്തിന് ഒട്ടേറെ സ്വർണ്ണ മെഡലുകൾ നേടിത്തന്ന അഭിമാന താരവുമായ പ്രിയപ്പെട്ട ദൃശ്യയുടെ പുതിയ വീടിന് തറക്കല്ലിടാനാണ് നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, കായിക രംഗത്ത് വലിയ നേട്ടങ്ങൾ കൊയ്യുമ്പോഴും വാടക വീട്ടിലെ പരിമിതിക്കുള്ളിലായിരുന്നു ദൃശ്യയും മാതാപിതാക്കളായ രാജേഷും ദീപകുമാരിയും കഴിഞ്ഞിരുന്നു. താൻ നേടിയെടുത്ത മെഡലുകൾ സൂക്ഷിക്കുവാൻ പോലും സ്ഥലമില്ലാതെ അവ ചാക്കിൽ കെട്ടിവെക്കേണ്ടി വന്ന ആ അവസ്ഥയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ വലിയ വിഷമം തോന്നിയിരുന്നു. എന്നാൽ ആ സങ്കടങ്ങൾക്ക് ഇന്നിവിടെ പരിഹാരമാവുകയാണ്. ഇനി ആ മെഡലുകൾ ദൃശ്യയുടെ സ്വന്തം വീട്ടിലെ ഷോക്കേസിൽ അഭിമാനത്തോടുകൂടി തിളങ്ങി നിൽക്കും. ഈ സ്നേഹവീട് യാഥാർത്ഥ്യമാക്കുന്നതിന് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷനാണ് അധ്യാപകർ എന്നത് പാഠപുസ്തകങ്ങൾക്കപ്പുറം സമൂഹത്തോട് എത്രത്തോളം പ്രതിബദ്ധതയുള്ളവരാണെന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് KSTA നടപ്പിലാക്കുന്ന കുട്ടികൾക്ക് ഒരു വീട്. അധ്യാപക സംഘടനയുടെ യോഗം വിളിച്ചു ചേർത്താൽ യോഗം കൂടണമെങ്കിൽ വലിയൊരു ഹാളുണ്ടെങ്കിലേ കൂടാൻ പറ്റൂ. 42ഓളം വരുന്ന അധ്യാപക സംഘടനയുണ്ട്. ഈ കാര്യം പറഞ്ഞപ്പോൾ ആകെ പ്രതികരിക്കുന്നതിന് വേണ്ടി തയ്യാറായത് KSTA എന്ന് പറഞ്ഞ അധ്യാപക സംഘടന മാത്രമാണ് എന്നുള്ള കാര്യം ഞാനിവിടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനോടകം തന്നെ 150-ലധികം വീടുകൾ നിർമ്മിച്ചു നൽകി അവർ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതെല്ലാം അവരുടെ ശമ്പളത്തിൽ നിന്ന് എടുത്തും സന്മനസ്സുള്ളവരിൽ നിന്ന് വാങ്ങിയും ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മികവാർന്ന വിജയം കരസ്ഥമാക്കിയ
ഭവനരഹിതരായ 50 വിദ്യാർത്ഥികൾക്കാണ് ഭവനം നിർമ്മിച്ചു നൽകണമെന്ന എൻ്റെ പ്രഖ്യാപനത്തിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് കാസർഗോഡ്, പാലക്കാട്, കോട്ടയം ജില്ലകളിലായി 3 വീടുകൾ നിർമ്മിച്ച് നൽകുവാൻ KSJ തയ്യാറായത് മാതൃകാപരമായ കാര്യമാണ്. അതിലൊരു വീടാണ് ഇന്നിവിടെ തറക്കല്ലിടുന്നത്. KSJയുടെ 35ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനം എന്നത് ഇതിന്റെ മാറ്റ് കൂട്ടുകയാണ്. ദൃശ്യയുദ്ധം അമ്മയുടെ വകഭൂമിയിൽ ഉയരാൻ പോകുന്ന ഈ വീട് കേവലം ഇഷ്ടികയും സിമന്റും കൊണ്ട് കെട്ടിപ്പൊക്കുന്ന ഒരു കെട്ടിടമല്ല, മറിച്ച് ഒരു കൂട്ടം അധ്യാപകരുടെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും പ്രതീകമാണ്. ഈ വീട് എത്രയും വേഗം പണി പൂർത്തിയാക്കി ദൃശ്യയ്ക്കും കുടുംബത്തിനും കൈമാറുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം പരിമിതികളെ തോൽപ്പിച്ച് കായിക രംഗത്തേക്ക് കുതിക്കുന്ന ദൃശ്യയ്ക്ക് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കുവാൻ ഈ പുതിയ സാഹചര്യം പ്രചോദനമാകട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഈ നല്ല ഉദ്യമത്തിന് നേതൃത്വം നൽകുന്ന KSJ ഭാരവാഹികൾക്കും ഇതിന് സഹകരിക്കുന്ന എല്ലാവർക്കും എന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും പേരിലുള്ള അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഈ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിൽ നിരവധി പരിഷ്കാരങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. ആ പരിഷ്കാരങ്ങളെല്ലാം വിദ്യാർത്ഥികളുടെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള പരിഷ്കാരങ്ങളാണ്. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളത്. നമ്മുടെ കുട്ടികളെല്ലാം ദേശീയ അടിസ്ഥാനത്തിലും സാർവദേശീയ അടിസ്ഥാനത്തിൽ നടക്കുന്ന മത്സര പരീക്ഷകളിൽ വിജയിക്കുവാൻ, നല്ല മാർക്ക് വാങ്ങുവാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളമൊക്കെയാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ ആദ്യം തന്നെ ചെയ്ത ഒരു കാര്യം, മലയാള അക്ഷരമാല ഇല്ലായിരുന്നു നമ്മുടെ പാഠപുസ്തകങ്ങളിൽ. ആദ്യം ചെയ്ത കാര്യം മലയാള അക്ഷരമാല പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ആദ്യം ചെയ്ത പരിഷ്കാരം എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യം, ഇവിടെ പാഠപുസ്തകം സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് എന്നും പാഠപുസ്തകം കിട്ടാറില്ലായിരുന്നു. ഞാൻ മന്ത്രിയായി വന്ന സമയത്ത് 10-15 വർഷക്കാലം പഴക്കമുള്ള പാഠപുസ്തകമായിരുന്നു. നമ്മുടെ വിജ്ഞാനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ 5 വർഷത്തിനിടയിൽ 1 മുതൽ 10 വരെയുള്ള 3,80,00,000 പാഠപുസ്തകങ്ങൾ പുതിയതായി പ്രിന്റ് ചെയ്ത് ഒരു പരാതിയുമില്ലാതെ കേരളത്തിലെ 47 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് കൈമാറിയെന്ന കാര്യമാണ്. 9ാം ക്ലാസ് പരീക്ഷ എഴുതി വന്ന ഉടനെ തന്നെ കുട്ടിക്ക് 10ാം ക്ലാസ്സിലെ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകം കൊടുക്കുകയാണ്. ഓണപ്പരീക്ഷയ്ക്ക് പാഠപുസ്തകം കിട്ടിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ, ഓണം നേരത്തെ വന്നതിൽ ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടെന്ന് ചോദിച്ച മന്ത്രിമാരും കേരളത്തിലുണ്ടെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ കായികമേളയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. ഈ തിരുവനന്തപുരത്ത് നടന്ന സ്കൂൾ ഒളിമ്പിക്സിൽ ഞാൻ ആ മേള കാണുന്നതിന് വേണ്ടി ചെന്ന് നിന്ന അവസരത്തിൽ ആണ് ഒരു കുട്ടി വന്ന് വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞത്, എനിക്ക് സ്വർണ്ണ മെഡലുണ്ട്, പക്ഷേ സ്വർണ്ണ മെഡൽ വയ്ക്കാൻ വേണ്ടിയുള്ള സ്ഥലമില്ല എന്ന് വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ KSJക്കാരുമായിട്ട് ബന്ധപ്പെടുകയും വേറെ പലരുമായിട്ട് ബന്ധപ്പെട്ട ശേഷം അവിടെ വെച്ച് പ്രഖ്യാപിച്ചു, സ്വർണ്ണ മെഡൽ നേടുന്ന സ്വന്തമായി വീടില്ലാത്ത കുട്ടികൾ 50 കുട്ടികൾക്ക് വീട് വെച്ചു കൊടുക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള കാര്യം അത് സൂചിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാണ്. സാധാരണ ഇതിൽ പ്രഖ്യാപനം നടത്തിയിട്ടങ്ങ് പോവുകയുള്ളൂ. പിന്നെ ഇനി അടുത്ത പ്രകടന പത്രിക ചില രാഷ്ട്രീയ പാർട്ടികൾ പ്രസിദ്ധീകരിക്കുന്ന പോലെ ഇലക്ഷൻ സമയത്ത് അത് എന്ന് പറയും, പിന്നെ കാണൂല. പക്ഷേ ഇത് കൃത്യമായി തന്നെ 3 കാസർഗോഡ് കൊണ്ട് നിർമ്മിക്കുമ്പോൾ KSJക്കാർ 3 വീട് നിർമ്മിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം. അതുപോലെ തന്നെ കലാമത്സരം 14,000 വിദ്യാർത്ഥികൾ പങ്കെടുത്തതാണ് തൃശ്ശൂരിൽ വെച്ച്. കുറ്റമറ്റതായി ഒരു പരാതിയുമില്ലാതെ നടത്തുന്നതിന് വേണ്ടി തയ്യാറായി. അവിടെയും ഈ പ്രശ്നം വന്നു. അവിടെ ഇതേപോലെ A ഗ്രേഡ് വാങ്ങിയ 2-3 ഇനങ്ങളിൽ A ഗ്രേഡ് വാങ്ങിയ ഒരു കുട്ടിക്ക് വീടില്ല. അവിടെ വെച്ച് തന്നെ ആ കുട്ടിക്ക് വീട് നിർമ്മിച്ചു കൊടുക്കും എന്നുള്ള കാര്യം പ്രഖ്യാപിക്കുകയും കാസർഗോഡുള്ള കുട്ടിയാണ്. അതിന്റെ നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ നാട്ടിൽ ലൈഫ് പദ്ധതിയെല്ലാം ഉണ്ടെങ്കിലും അതിന്റെ നിയമങ്ങളും സ്വന്തമായി സ്ഥലമില്ലാത്തതിന്റെയൊക്കെ പ്രശ്നം കൊണ്ട് വീട് വയ്ക്കാൻ പലർക്കും കഴിയാത്ത സാഹചര്യം ഉണ്ട്. അതുപോലെ ഈ 64ാമത് സ്കൂൾ കലോത്സവം ചരിത്രം സൃഷ്ടിച്ച കലോത്സവമാണ്. സാധാരണഗതിയിൽ ഈ 63 കലോത്സവങ്ങളിലും പങ്കെടുക്കുന്ന കുട്ടികൾ നേരിട്ട് സ്റ്റേജിൽ വരണം പേര് വിളിക്കുമ്പോൾ.
നേരിട്ട് സ്റ്റേജിൽ വന്നാലേ പങ്കെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. 3 പ്രാവശ്യം വിളിക്കും, 3 പ്രാവശ്യം വന്നില്ലെങ്കിൽ ക്യാൻസലാക്കും. ഇവിടെ സിയ ഫാത്തിമ എന്ന് പറയുന്ന 10ാം ക്ലാസ് വരെ ഇനി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുമോള്, കാസർഗോഡുകാരി, ജില്ലാ മത്സരങ്ങളിൽ ആ മോക്ക് എ ഗ്രേഡ് കിട്ടി. അറബിക് ചിത്രം വരയ്ക്കുന്ന വിഷയത്തിലാണ്. പക്ഷേ അത്യപൂർവമായ രോഗം അതിനുശേഷം 2 മാസത്തിനിടയിൽ വന്നു. ആ രോഗത്തിൻ്റെ പേര് വാസ്കുലൈറ്റീസ് എന്ന് പറയുന്ന ഒരു രോഗമാണ്. അത്യപൂർവമാണ്. രോഗം ഓരോ ദിവസവും ജീവനെ കാർന്നുകൊണ്ടിരിക്കും. കുട്ടിയെ ക്വാറന്റൈനിലാണ്. അച്ഛനും അമ്മയും മാത്രമേ ആ റൂമിൽ കയറുള്ളൂ. അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്, ഒറ്റയ്ക്ക് കഴിഞ്ഞുകൂടുകയാണ്. ഡോക്ടർമാരുടെ അങ്ങനെ വലിയ മരുന്നൊന്നും കൊടുക്കുന്നതിന് വേണ്ടി ഇല്ല. വേറെ പ്രത്യേകിച്ച് പെട്ടെന്ന് ഭേദമാകാന്നതിന് വേണ്ടിയുള്ള മരുന്നൊന്നും കൊടുക്കാൻ, അങ്ങനെയുള്ള മരുന്നൊന്നും ഇതുവരെ വന്നിട്ടില്ല. ആ കുട്ടി എനിക്കൊരു കത്തെഴുതി. കത്തിൻ്റെ വാട്സാപ്പിലാണ് അയച്ചത്. ആ കത്തിൽ ഈ രോഗത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പറഞ്ഞു, സാർ, എനിക്കിതിൽ പങ്കെടുത്തില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുന്ന സാഹചര്യമാണുള്ളത്. ഇതിനേക്കാൾ ഞാൻ മരിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ എൻ്റെ അമ്മയോട് പറയാൻ വേണ്ടി പോവുകയാണ്. സാറിന് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഞാൻ നോക്കിയപ്പോൾ നിയമം ഇതാണ്. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഇഞ്ച് ഇറങ്ങുന്ന പ്രശ്നമില്ല. കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവരാണ് മറുപടി പറയേണ്ടത്, അവരും കൂടെ മറുപടി പറയേണ്ടി വരും. ഞാൻ പറഞ്ഞു, നിയമം എന്ന് പറയുന്നത് നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് നിയമം, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് നിയമം, അല്ല ജനങ്ങളെ ദ്രോഹപ്പെടുന്നതിന് വേണ്ടിയുള്ള അല്ല നിയമം ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ കുട്ടിയെ മത്സരത്തിൽ പങ്കെടുപ്പിക്കണം, അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഞാൻ കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായി. അവിടെ സ്കൂളിൽ ആ കുട്ടി താമസിക്കുന്ന കാസർഗോഡിൽ ആ കുട്ടി രോഗബാധിതയായിട്ട് കിടക്കുന്ന റൂം സ്റ്റേജായിട്ട് കണക്കാക്കി. എന്നിട്ട് അവിടുത്തെ AU അവിടുത്തെ സ്റ്റേജ് മാനേജറായിട്ട് കണക്കാക്കി. കാസർഗോഡ് ചെയ്യുന്ന കാര്യങ്ങൾ കാണുന്നതിന് വേണ്ടിയുള്ള സ്ക്രീൻ തൃശ്ശൂർ ഈ മത്സരം നടക്കുന്ന മുറിയിൽ വെച്ചു. കുട്ടി മത്സരത്തിൽ പങ്കെടുത്തു. മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള ഉത്തരവ് കൊടുത്തു. 63 വർഷക്കാലത്ത് ഇല്ലാത്ത ഒരു ചരിത്രം കുറിക്കുന്നതിന് വേണ്ടി തയ്യാറായി എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാണ്. ആ കുട്ടിക്ക് A ഗ്രേഡും കിട്ടി എന്നുള്ള ഒരു സന്തോഷവും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്, നമ്മൾ അധികാരസ്ഥാനത്തിരിക്കുന്നവർ ചെയ്യേണ്ടത് സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും കണ്ണീരൊപ്പുക എന്നുള്ളതാണ്. അവൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് നയം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ കൊച്ചുമോക്കും ഇവിടെ ഒരു വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത് എന്നുള്ള കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നന്ദി, നമസ്കാരം. നമ്മുടെ ദൃശ്യം ആദരിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിക്കുകയാണ്. DYFI മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ നൽകിയ ഒരു മൊമന്റോ ഇപ്പോൾ ഇവിടെ നൽകുന്നതാണ്. ഈ ചടങ്ങിന് മുഖ്യാതിഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് ജോ മൈക്കിൾ സാറിനെ ക്ഷണിക്കുന്നവരുടെ വാക്ക് സംസാരിക്കുന്നതിനായിട്ട് ക്ഷണിക്കും. ഈ പരിപാടി അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനായ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് D. സുരേഷ്, സ്വാഗതം പറഞ്ഞ KJ പ്രസാദ്, നിർമ്മാണ ഉദ്ഘാടനവും ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം നടത്തിയ ബഹുമാനായ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർകൾ, ഇവിടെ ആശംസ അറിയിക്കുന്ന നമ്മുടെ പഞ്ചായത്ത് മെമ്പർ സോബി ജേക്കബ്, പ്രിയപ്പെട്ട KD സുഗതൻ, ബിനു എബ്ര ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, നമ്മളിന്ന് വീട് വെച്ച് നൽകുന്ന ദൃശ്യ നമ്മുടെ മൗണ്ട് കാർമൽ സ്കൂളിലെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധ്യാപകർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ പ്രിയപ്പെട്ട അധ്യാപക സംഘടനയുടെ അധ്യാപകരെ, പ്രിയമുള്ളവർ, നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ കേരളത്തിൽ ഒത്തിരിയേറെ വീടുകൾ വെച്ചു കൊടുക്കാനുള്ള പദ്ധതികളുണ്ടെങ്കിലും അതിനെയൊക്കെ എല്ലാ രീതിയിലും വ്യത്യസ്തമായി കണ്ടുകൊണ്ട്
നമ്മുടെ ടീച്ചേഴ്സ് അവരുടെ ശമ്പളത്തിൽ നിന്ന് തന്നെ പൈസ സ്വരൂപിച്ച് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന 150 വീടുകൾ കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് വെച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു സ്കൂള് ചങ്ങനാശ്ശേരി നിയോജകത്തിൽ കിട്ടിയത് അത് അഭിമാനകരമായി ഞാൻ കരുതുകയാണ്. നമുക്ക് ദൃശ്യക്ക് നമുക്ക് നല്ല കൈയടി കൊടുക്കാം. നല്ല ഒരു കുട്ടി ആ ദൃശ്യ മത്സരത്തിൽ പങ്കെടുത്തു, സ്വർണ്ണ മെഡലുകൾക്ക് കിട്ടി. ആ സ്വർണ്ണ മെഡൽ വെക്കാൻ സ്ഥലമില്ല എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറഞ്ഞപ്പോൾ അന്നേരം തന്നെ അതിന് പരിഹാരമാണ്. ഞങ്ങൾക്കെല്ലാം MLA-മാർക്കെല്ലാം മന്ത്രി ശിവൻകുട്ടി വളരെ വലിയ രക്ഷകനാണ്. ഏതെങ്കിലും കാര്യം എന്ന് പറഞ്ഞാൽ ആ പറയുന്ന കാര്യം, ഇന്നലെ ഒരു കുട്ടിയുടെ കാര്യത്തിന് അദ്ദേഹത്തെ കണ്ടു പറഞ്ഞു, ഇന്നെന്റെ PA എനിക്ക് ആ കിട്ടുക. അത്രയധികം സഡനായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനും കാര്യങ്ങൾ പഠിക്കുവാനും പാവങ്ങൾക്ക് വേണ്ടിയും സാധാരണക്കാർക്ക് വേണ്ടിയും നിയമത്തിന് അതീതമായി പ്രവർത്തിക്കുവാനും പ്രിയപ്പെട്ട മന്ത്രി ശിവൻകുട്ടി കഴിയുന്നു എന്നുള്ളതിന്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ 64ാമത് സ്കൂൾ കലോത്സവത്തിൽ വളരെയധികം ആകാംക്ഷയോടെ, എന്നാൽ നിയമത്തിന് ഒത്തിരിയേറെ കുടുക്കുകൾ ഉണ്ടായിട്ടും ആ കുടുക്കുകളെയൊക്കെ മറികടന്ന് ഒരു കാര്യം ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിക്ക് അതിനുള്ള കഴിവുണ്ട്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അധ്യാപകരെ നിങ്ങൾ ചെയ്യുന്ന സേവനത്തിന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. ദൃശ്യക്ക് ഇനിയും കൂടുതൽ മെഡലുകൾ നമ്മുടെ മത്സരങ്ങളിൽ നേടുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ എല്ലാ ഭാരവാഹികൾക്കും പ്രത്യേകമായ അനുമോദനം അർപ്പിക്കുന്നു. നിയമസഭ ഉണ്ടായിട്ടും മന്ത്രിക്ക് നിയമസഭ കഴിഞ്ഞ് ക്യാബിനറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇച്ചിരി താമസിച്ചത്. നിയമസഭ കഴിഞ്ഞ ഉടനെ ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി, ഇത്ര നല്ലൊരു മംഗളകർമ്മത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ പോരുകയായിരുന്നു. ഇനി തിരിച്ച് തിരുവനന്തപുരത്തിന് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ ആശംസ അറിയിച്ചുകൊണ്ട് ഈ വീടിന്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാകട്ടെ എന്ന് ആശംസിച്ച് ദൃശ്യക്ക് ഒരിക്കൽ കൂടി എല്ലാവിധമായ വിജയങ്ങളും നന്മകളും ആശംസിച്ച് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ സോബി ജേക്കബിനെ ക്ഷണിക്കും.